റോബിൻഹുഡ് സിനിമയുടെ സംവിധായകനാണ് ജോഷി. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടില് റോബിൻഹുഡിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയൊരു ഗംഭീര മോഷണം നടന്നു. അദ്ദേഹത്തിന്റെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിലാണ് പുലർച്ചെ 1:30 ഒരു വലിയ മോഷണം നടന്നത്. പണവും സ്വർണവും മാത്രമല്ല, വീട്ടിലുണ്ടായിരുന്ന വജ്രാഭരണങ്ങൾ അടക്കം നഷ്ടപ്പെട്ടു. വീടിന്റെ പുറകുവശത്തെ വാതിൽ വഴി മോഷ്ടാവ് അകത്തു കയറുന്ന CCTV ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. മോഷണം നടക്കുമ്പോൾ ജോഷിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ജോലിക്കാരും ഒക്കെ ആ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശ്യാമിലി ശശിധരനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ശ്യാമിലി, ഒരു വലിയ മോഷണം തന്നെയാണ് ഇത്. എത്ര രൂപയുടെ മുതൽ നഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ച് ഒരു ഏകദേശ കണക്കിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ? ഇനി ഇയാളുടെ മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങളിലൊക്കെ നമുക്കൊരു മിന്നായം പോലെ ആളുടെ മുഖമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സൂചന, പോലീസിന്റെ നിഗമനം എന്താണ്? ഇപ്പോൾ നിലവിലെ ഈ കേസിന്റെ മുന്നോട്ട് പോക്ക് എന്തായി? സംവിധായകൻ ജോഷിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിൽ ഇന്ന് പുലർച്ചെ 1:30 ഈ മോഷണമുണ്ടായത്. വീടിന് പിറകുവശത്തെ അടുക്കളവാതിലിനോട് ചേർന്ന ജനാല വഴി അകത്ത് കയറിയ മോഷ്ടാവ് സ്വർണവും വജ്രാഭരണങ്ങളും പണവും മറ്റു വില കൂടിയ വാച്ചുകളും അടക്കം കവർച്ച ചെയ്യുകയാണ് ഉണ്ടായത്. ഈ വീടിന് ചുറ്റും CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കള്ളന്റെ ദൃശ്യവും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം, ഒരു തൊപ്പിയും കഴുത്തിലൊരു ഷോളും അണിഞ്ഞ് മുഖമൊക്കെ കൃത്യമായും മനസ്സിലാകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണത്. പക്ഷേ ഈ ദൃശ്യത്തിൽ പതിഞ്ഞ ആളെ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ അവിടെയുള്ള ജോലിക്കാരോ, ഈ മോഷണം നടക്കുന്ന സമയത്ത് ജോഷിയും കുടുംബാംഗങ്ങളും അടക്കം ജോലിക്കാരും അടക്കം 8 പേരാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. ഇവരാരും തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതാരാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് കാര്യമായി ഊർജിതമായി അന്വേഷണം നടത്തുക തന്നെ ചെയ്യുന്നുണ്ട്. ഈ വീട്ടിലെ CCTVക്ക് അപ്പുറത്തേക്ക് സമീപ പ്രദേശത്തെ വീടുകളിലെയും കെട്ടിടങ്ങളിലെയും ഒക്കെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ മോഷണത്തിന് ശേഷം മോഷ്ടാവ് എങ്ങോട്ടാണ്, ഏത് ദിശയിലേക്കാണ് പോയത്, ഇയാളുടെ കൂടെ മറ്റാരെങ്കിലും സഹായത്തിനുണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം അന്യസംസ്ഥാനക്കാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജോഷിയുടെ വീട്ടിലേക്ക് മോഷണം നടന്ന സ്ഥിതിക്ക് ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. കാരണം റോബിൻഹുഡ് പോലുള്ള ഒരു സിനിമ എടുത്ത ഒരാൾക്ക് ഇത് മനസ്സിലായില്ലേ, ഇത്ര സേഫ്റ്റി ഇല്ലാതെയാണോ വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കള്ളന്റെ മനോവിചാരത്തിനനുസരിച്ച് ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ മാനസിക വ്യാപാരങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമൊക്കെ ഉണ്ടോ? അത്തരം ചോദ്യങ്ങളൊക്കെ വളരെ അസ്ഥാനത്താണ്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു കാര്യം കൊച്ചിയിൽ നടന്നിട്ടുണ്ട്. മോഷണം നടന്നു. എന്താണെങ്കിലും ഒരു വലിയൊരു മോഷണം തന്നെയാണ്. നമ്മൾ ഈ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. അവിടുത്തെ വീട്ടിലെ സ്വർണം, വജ്രാഭരണങ്ങൾ, പണം അടക്കം സർവത്ര മോഷണം പോയിട്ടുണ്ട്. എന്താണെങ്കിലും കുറ്റവാളി എത്രയും വേഗം കണ്ടുപിടിക്കാൻ പോലീസിനാവട്ടെ.